സ്വർണ്ണവിലയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. സ്വർണ്ണവിലയിൽ എന്ത് പ്രധാനപ്പെട്ട ഘടകങ്ങളൊക്കെയാണ് ഇതിൻ്റെ വില മുന്നോട്ട് പോകാനും അതോടൊപ്പം തന്നെ താഴ്ന്നു നിൽക്കാനും ഒക്കെ തന്നെയും നിർണ്ണയിക്കുന്നത്? അതായത് സ്വർണ്ണവില തനിത്തങ്കത്തിൻ്റെ വിലയാണ് 22 കാരറ്റ് ഗോൾഡിൻ്റെ വില നിശ്ചയിക്കുന്നത്. തനിത്തങ്കത്തിൻ്റെ വില എങ്ങനെയോ അതിനനുസരിച്ചാണ്. തനിത്തങ്കം എന്ന് പറഞ്ഞാൽ അതായത് പിന്നെ നമ്മൾ അമേരിക്കൻ അതായത് ഔൺസ് ഓഫ് ഒരു 1 ഔൺസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഡോളർ ടേംസിൽ 31.1 ഗ്രാമാണ് 1 ഔൺസ് ഗോൾഡ് അഥവാ തനിത്തങ്കം, അമേരിക്കൻ ഔൺസ് ഗോൾഡ്. അതിൻ്റെ മൂല്യം എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ സ്വർണത്തിൻ്റെ 22 കാരറ്റ് സ്വർണത്തിൻ്റെ വില നിശ്ചയിക്കുന്നു. 22 കാരറ്റ് തനിത്തങ്കമല്ല, തനിത്തങ്കം 24 കാരറ്റാണെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ ആ 24 കാരറ്റ് അതായത് ഈ തനിത്തങ്കത്തിൻ്റെ മൂല്യം എന്താണോ അതിനെ ആശ്രയിച്ചാണ് പിന്നെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില നിശ്ചയിക്കുക. അങ്ങനെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ ഒരു എത്രയാണോ അതിൽ 8 ഗ്രാമാണല്ലോ ഒരു പവനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു പവൻ സ്വർണത്തിൻ്റെ വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ഒരു ഗ്രാമിൻ്റെ വില. അപ്പോൾ അതുപോലെ അതിൻ്റെ താഴേക്കുള്ള ഘടകങ്ങളൊക്കെ. പിന്നെ അതിനകത്ത് പണിക്കൂലി, പണിക്കുറവ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഹാൾ മാർക്കിംഗ് ഒക്കെ അതിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അതായത് ജനങ്ങളെ പിന്നെ ഗോൾഡ് പിന്നെ മെർച്ചൻസ് കബളിപ്പിക്കാതിരിക്കുക. 22 കാരറ്റാണ് എന്ന് പറഞ്ഞ് 12 കാരറ്റോ 14 കാരറ്റോ തന്നാൽ നമുക്ക് അറിഞ്ഞുകൂടാ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഹാൾ മാർക്കിംഗ് കൊണ്ടുവന്നിട്ടുള്ളത്. അതൊക്കെ നമുക്ക് അതായത് ഉപഭോക്താക്കളുടെ സെക്യൂരിറ്റി അതാണ് ഉദ്ദേശിച്ച് ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന പരിപാടികളാണ് ഈ പറയപ്പെട്ട ഹാൾ മാർക്കിംഗ് പോലെ ഉള്ളതൊക്കെ. പക്ഷേ സാധാരണ രീതിയിൽ അത് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ സ്വർണം വാങ്ങുന്നത്, ഇന്ത്യയിലല്ല ഏത് രാജ്യത്താണെങ്കിലും സ്വർണം വാങ്ങുമ്പോൾ പ്രധാനമായിട്ടും ആഭരണങ്ങൾ എന്നുള്ള ഒരു കോൺസെപ്റ്റുണ്ട്. ഉദാഹരണം വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ തന്നെ 1000 ടൺ വരെ ഒഫീഷ്യലായിട്ടുള്ള സ്വർണ്ണ വിൽപ്പനയായി പറയുന്നത്. അതായത് അധികൃതമായി അത് നികുതി കൊടുത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ തന്നെ വളരെ കുറച്ച് മാത്രമേ നികുതി കൊടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ബ്ലാക്കിലാണ് വിൽക്കുന്നതൊക്കെ. അതായത് പകൽ വെളിച്ചത്തിൽ വിൽക്കുന്നു, പക്ഷേ റെക്കോർഡ്സ് ഒന്നും സൂക്ഷിക്കാതെ ആണ് വിൽക്കുന്നത് മിക്കവാറും സ്വർണ്ണം. ഓർമ്മയുണ്ടല്ലോ, തോറേ ദെൽ ഓറെ ഒരു ഏകദേശം 3-4 മാസം മുൻപാണല്ലോ തൃശ്ശൂർ നമ്മളുടെ കമേഴ്ഷ്യൽ ഇൻ്റലിജൻസുകാർ ഒറ്റ രാത്രി കൊണ്ട് ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് തന്നെ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന, അതായത് ഒരു റെക്കോർഡുമില്ലാതെ സൂക്ഷിച്ചിരുന്ന 104 കിലോഗ്രാം സ്വർണ്ണമാണ് കണ്ടുപിടിച്ചത്. അതേസമയത്ത് സ്വർണ്ണമൊക്കെ അവർ സ്വർണ്ണക്കടയിലെങ്ങും അല്ല സൂക്ഷിക്കുന്നത്. സ്വർണ്ണ വ്യാപാരികൾ സ്വർണം സൂക്ഷിക്കുന്നത് അഗാധ ഗർത്തങ്ങളിലാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ചിലർ തെങ്ങിൻ്റെ മൂട്ടിൽ പിന്നെ കുഴിയെടുത്ത് സ്വർണം സൂക്ഷിക്കുന്നു എന്ന് റിട്ടയർ ചെയ്ത ഒരു GDP എന്നോട് പറഞ്ഞിട്ടുണ്ട്. GDP അല്ല, സോറി, DGP DGP എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരൊന്നും ഈ തെങ്ങിൻ്റെ പറമ്പിലെ തെങ്ങിൻ്റെ മുഴുവൻ കിളയ്ക്കില്ലല്ലോ. അപ്പോൾ ഈ കമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ അത് വളരെ ആസൂത്രിതമായി മനസ്സിലാക്കിയിട്ടാണ് 700-ലധികം ഓഫീഷ്യൽസാണെന്ന് ഓർക്കണം ഒരു രാത്രി ടൂർ പോകുന്നു എന്നാണ് ഹയർ ഓഫീസർ താഴെയുള്ളവരോട് പറഞ്ഞത്. അത്ര തരത്തിൽ നികുതി വെട്ടിക്കുന്നു എന്നാണ് ഞാനീ പറയുന്നത്. നമ്മൾ സ്വർണ്ണത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത്, പക്ഷേ കേരളത്തിൽ നികുതി വെട്ടി. അപ്പോൾ ഈ വേൾഡ് ഗോൾഡ് കൗൺസിൽ പറഞ്ഞ് 1000-ഓളം ടൺ, 800 മുതൽ 1000 ടൺ വരെ ഒഫീഷ്യലായിട്ട് സ്വർണം ഇന്ത്യയിൽ വിൽക്കുന്നു. അതിൻ്റെ 20% കേരളത്തിലാണ് വിൽക്കുന്നതെന്ന് പറഞ്ഞു. അവിടെയാണ് കേരളത്തിലെ നികുതി വെട്ടി 1000 കോടിയിൽ താഴെയാണ് നമുക്ക് സ്വർണത്തിൽ നിന്ന് കിട്ടുന്ന നികുതി. അങ്ങനെ കമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് ഒരു ദിവസം നടത്തിയ ഒറ്റ കടയിലെ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോർമലായിട്ട് നികുതി കിട്ടുകയാണെങ്കിൽ 30,000 കോടി കിട്ടേണ്ടടുത്താണ് ഈ 1000 കോടിയിൽ താഴെ കിട്ടുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് പോകട്ടെ, അത് നമ്മുടെ കൺസേൺ അല്ല. ഗവൺമെൻറ് കണ്ടുപിടിക്കേണ്ട, ഗവൺമെൻറ്റിൻ്റെ എഫിഷ്യൻസിയെ ആശ്രയിച്ചിരിക്കുക എങ്ങനെ നികുതി കളക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ സ്വർണം ഇപ്പം നമ്മളെ കബളിപ്പിക്കാതിരിക്കാനായിട്ട് ഹാൾ മാർക്കിങ്ങും എല്ലാം ഉണ്ട്. അങ്ങനെ സ്വർണം നല്ല രീതിയിലാണ്, നല്ല സ്വർണ്ണാഭരണങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നു ഹാൾ മാർക്കിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ പക്ഷേ നാട്ടുമ്പുറത്തൊക്കെ ഈ ഹാൾ മാർക്കിംഗ് ഒക്കെ നോക്കാനുള്ള സംവിധാനം ഉണ്ടോ എന്നൊന്നും നമുക്ക് അത്ര ക്ലിയർ. ഹാൾ മാർക്കിംഗ് നോക്കുന്നതോടൊപ്പം തന്നെ 916മായി ബന്ധപ്പെട്ട ഹാൾ മാർക്കിംഗ് നോക്കുന്നത് തന്നെ 916 ആണോ എന്നറിയാനാണ് നോക്കുന്നത്. അതാണ് പ്യുവർ ഗോൾഡ് എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ഇന്ത്യയിൽ.
ഏറ്റവും കൂടുതൽ ഈ സ്വർണ്ണാഭരണങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ ക്രേസ്, സ്വർണത്തിനോടുള്ള ആഭരണ ക്രേസ്, അതാണ് ഏറ്റവും വലിയ അപകടം. ആഭരണമാക്കി സ്വർണം സൂക്ഷിക്കുമ്പോൾ മൂല്യം അതുപോലെ ഹോൾഡ് ചെയ്യില്ല. ഹാൾമാർക്കിങ് എല്ലാം നടത്തി നമ്മൾ വാങ്ങി വയ്ക്കുന്ന സ്വർണം തിരിച്ച് അതേ കടയിൽ തന്നെ വിൽക്കാൻ കൊണ്ടുചെല്ലുമ്പോഴാണ് അതിൻ്റെ ഒരു വലിയ ശതമാനം ഇടിവ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ മൂല്യം സൂക്ഷിക്കുന്ന ഒരു വസ്തുവാണ് സ്വർണം എന്ന് വിചാരിച്ച് സ്വർണം വാങ്ങി വയ്ക്കുന്നതിൽ, ആഭരണമായിട്ട് വാങ്ങി വയ്ക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്നത് ഈ കൺസ്യൂമേഴ്സിനോട്, നമ്മുടെ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ആഭരണങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയോ ആർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി ആഭരണം വാങ്ങുമ്പോൾ മിനിമം ആഭരണം മാത്രം വാങ്ങുക. അതിപ്പോൾ ഈ എന്താ പറയുക, എന്താണ്, ഭാരം കുറഞ്ഞ ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് കിട്ടും. അതിട്ടാൽ ഹെവി വെയ്റ്റിൻ്റെ അത്രയും പുകഴ്ചയുണ്ട് താനും. അതേ സമയത്ത് കുറച്ച് മാത്രം സ്വർണം മതി താനും. ബാക്കി സ്വർണം പ്യുവർ ഗോൾഡായിട്ട് തന്നെ സൂക്ഷിക്കുക. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടമില്ലാതെ നല്ല ലാഭത്തിൽ തന്നെ വിൽക്കാൻ പറ്റും. അതാണ് നമ്മൾ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.